നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉയർന്നു വരുന്ന ചില വസ്തുതകളെ കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേശീയവും പ്രാദേശികവുമായ തലങ്ങളിൽ കേന്ദ്ര സർക്കാരിനും സംഘപരിവാരങ്ങൾക്കുമെതിരെ ശക്തമായ ആക്ഷേപങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണ് ഇവിടെ ശരിക്കും തുറന്നു കാട്ടപ്പെടുന്നത് എന്ന് BJPയെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്നു. എന്തായാലും പെട്ട അവസ്ഥയിലാണ് BJP ഇപ്പോൾ. കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളെ കൂടെ നിർത്താൻ BJP നോക്കുമ്പോഴാണ് പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ സംഘപരിവാർ സംഘടനകൾ പരസ്യമായി അപമാനിക്കുകയും ജയിലിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ബലാത്കൃത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് നടത്തി എന്നീ ആരോപണങ്ങളാണ് പ്രധാനമായും ഈ കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവർ തീർത്തും ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ട്. എന്തായാലും കോടതിയിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന നിലപാട് തന്നെയാണ് ഈ കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവ സഭകൾക്കുമുള്ളത്. ഇനി എന്താണ് ഈ സംഭവം, ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം എന്ന് നോക്കാം. സംഭവത്തിന്റെ ഒരു ചുരുക്ക വിവരണമാണ് പറയുന്നത്. ജൂലൈ 25-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നീ രണ്ട് കന്യാസ്ത്രീകൾ അവർ ജോലി ചെയ്യുന്ന ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിലേക്ക് ഗാർഹിക ജോലികൾക്കായി 3 പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു. ഇവർ ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന സ്ഥലത്ത് നിന്നുള്ളവരായിരുന്നു. 19 മുതൽ 22 വയസ്സുള്ളവരായിരുന്നു ഇവർ. ഇവർക്കൊപ്പം ഒരു പെൺകുട്ടിയുടെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ബാക്കി സംഭവങ്ങളെല്ലാം നടന്നത്. TTയുടെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് എത്തി. റെയിൽവേ പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഈ പെൺകുട്ടികളോട് ചോദിച്ചറിയുകയാണ്. എന്നാൽ അവർ മേജർ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ജോലിക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ രേഖകൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ലെന്നും ആധാർ കാർഡ് ഇല്ലായിരുന്നതായും ഒക്കെ അതിൻ പ്രകാരമാണ് അറസ്റ്റ് എന്നുമാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊരു വിഷയം കൂടി ഇവ ഉയർത്തി കാണിക്കുന്നുണ്ട്. ആരോപണങ്ങളല്ല, ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിച്ച തുടർന്ന് ഇവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെയുണ്ടായിരുന്ന 3 സ്ത്രീകളെയും ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കന്യാസ്ത്രീകളോടും മറ്റുള്ളവരോടും ബജ്രംഗ് ദൾ പ്രവർത്തകർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇവരുടെ ബാഗുകളും പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്നതടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളുമൊക്കെ പെൺകുട്ടികൾ ഹാജരാക്കിയതായും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗ് ദളോ പോലീസോ തയ്യാറായില്ല എന്നതാണ് ഇവർക്കെതിരെ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണം. എന്നാൽ റായ്പൂർ അതിരൂപതയിലെ വൈദികൻ ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയെ പറഞ്ഞത് ഈ പെൺകുട്ടികൾ ക്രൈസ്തവ വിഭാഗത്തിൽ, പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ്. എന്നാൽ പലരും ഗ്രാൻഡ് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രേഖകളിൽ മറ്റു മതസ്ഥരായി തന്നെ അവശേഷിക്കുന്നു എന്ന കാര്യമാണ്. അതാണ് ഇവിടെയും പ്രശ്നമാകുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇനി ഈ കേസിൽ FIR-ൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന എന്നീ 2 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതര വകുപ്പുകളാണ്. കേസിൽ 1-ാം പ്രതി പ്രീതി എന്ന സിസ്റ്ററും 2-ാം പ്രതി വന്ദന എന്ന സിസ്റ്ററുമാണ്. നിർബന്ധിത പരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4 BNS 143 എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് സംശയിക്കുന്നു. മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്ന് FIR-ൽ പറയുന്നുണ്ട്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്ററാണ് വന്ദന ഫ്രാൻസിസ്. അങ്കമാലി എളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്ററാണ് പ്രീതി മേരി. ഇരുവരും അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ്. ഇനി ഈ കേസിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം.
കന്യാസ്ത്രീമാരായ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ദുർഗിലെ വിചാരണ കോടതിയാണ് ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എന്നാൽ ഉടൻ തന്നെ ഇവർ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് ഇവരുടെ അഭിഭാഷക അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ പ്രതിപക്ഷ എംപിമാർ സന്ദർശിച്ചു. NK പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ബെന്നി ബെഹനാൻ, സപ്തഗിരി എന്നീ എംപിമാരാണ് ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ കാണാനായി എത്തിയത്. അവരുടെ കന്യാസ്ത്രീകൾ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞതായി എംപിമാർ ഈ സന്ദർശനത്തിന് ശേഷം പറയുകയുണ്ടായി. ഇവരെ കൂടാതെ കന്യാസ്ത്രീകളുടെ ബന്ധുവായ ബൈജുവിനും ജയിലിൽ ഇവരെ കാണാൻ അനുമതി ലഭിച്ചിരുന്നു. അതേസമയം ഇവരെ കാണാനെത്തിയ ഇടതുപക്ഷ എംപിമാരെ പോലീസ് തടഞ്ഞു. ബൃന്ദ കാരാട്ടെ, ജോസ് കെ മാണി, A റഹീം, PP സുനീർ, K രാധാകൃഷ്ണൻ, ആനി രാജ എന്നിവരും ഛത്തീസ്ഗഡിലെ പ്രാദേശിക നേതാക്കളും അടങ്ങിയ സംഘത്തെയാണ് ജയിലിന് മുന്നിൽ വെച്ച പോലീസ് തടഞ്ഞത്. ഇവരോട് പറഞ്ഞത് നാളെ രാവിലെ 10 മണിക്ക് അനുമതി നൽകാമെന്നാണ് പോലീസ് ഇവരോട് പറഞ്ഞത്. അതേസമയം കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയതിൽ കടുത്ത അതൃപ്തിയാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI പ്രകടിപ്പിച്ചത്. ജാമ്യം നൽകാതെ കാര്യങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്നും കന്യാസ്ത്രീമാർ നിരപരാധികളാണെന്നും CBCI പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് CBCIയുടെ ഈ പ്രതികരണം ഉണ്ടായത്. അതേസമയം ജാമ്യാപേക്ഷ വീണ്ടും നാളെ നൽകുമെന്ന് CBCI അറിയിച്ചിട്ടുണ്ട്. സെഷൻസ് കോടതിയിലായിരിക്കും നാളെ ജാമ്യാപേക്ഷ നൽകുക. എന്തായാലും സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ CBCI വൃത്തങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ക്രൈസ്തവ സഭകൾ പ്രതിഷേധം ഉയർത്തിയതോടെ ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്ന നിലപാടാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോൾ ഉള്ളത്. മോദി പ്രധാനമന്ത്രിയായ 2014 വരെ 147 അതിക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 10 വർഷം പിന്നിട്ടപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 640ആയി. മതപരിവർത്തന നിയമം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലാണ് ഈ അതിക്രമങ്ങൾ ഏറെയും നടന്നത്. മതപരിവർത്തന നിയമത്തിന്റെ മറവിലാണ് ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്യുന്നതെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. 2014 ശേഷം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ 4 മടങ്ങായി വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ സംഭവം പുറത്തു വന്നതോടെ ലോട്ടറി അടിച്ചത് കോൺഗ്രസിനാണ്. അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാനൊക്കെയുണ്ട്. ഇനി ഇത് വെച്ച് കുറച്ച് വോട്ട് പിടിക്കാലോ. എന്നാൽ അതിലൊതുങ്ങാതെ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പ്രതികരണങ്ങൾ അറിയിക്കൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം.